ചെല്ലും സിഖുകാരുടെ കേന്ദ്രമായ ഗുരുദ്വാരയിൽ അവിടെ പ്രാർത്ഥനയ്ക്കൊപ്പം കുറേ സമയം ശാന്തമായി നിന്ന് പങ്കുകൊണ്ടു. അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും ഇതെല്ലാം ഒന്ന് കണ്ടു. അതെല്ലാം കഴിച്ച് നീണ്ട യാത്ര അതിർത്തിയിലേക്ക്, വാഗാ ബോർഡർ എന്ന് പറയുന്ന ഒരതിർത്തി. അവിടെ ചെന്നിരുന്ന് വൈകുന്നേരം 5 മുതൽ 6 വരെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പരേഡ്. ഒരു മനോഹരമായ കാഴ്ച. 10,000 നിലനിൽക്കുന്നു. ഇന്ത്യൻ ഗ്യാലറി നിറയെ പട്ടാളക്കാർ പരേഡ് നടത്തുന്നു. ഒരു വലിയ വേലി, ഒരു ഇരുമ്പിൻ്റെ വേലി, അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നു പാകിസ്ഥാൻ പട്ടാളം അതിർത്തി. അവിടുത്തെ ഗ്യാലറികളിൽ പാകിസ്ഥാൻകാരിരിക്കുന്നു, ഇപ്പുറത്ത് ഇന്ത്യക്കാരിരിക്കുന്നു. പരേഡുകൾ, കാഹളനാദങ്ങൾ, കൊലവിളികൾ, ചിലപ്പോൾ ചെറിയ പരസ്പര പരിഹാസങ്ങൾ, ഇതെല്ലാം അവിടെ കാണാൻ ഇടയായി. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്ക് ആ വേലി, ഇരുമ്പ് വേലി അങ്ങ് തുറക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരവസരം. കൊടികൾ താഴ്ത്തും. ഈ സമയത്തൊക്കെ ഞങ്ങളുടെ കാഴ്ച, എനിക്കൊപ്പമുള്ളവർക്കോ ഈ വേദിക്കപ്പുറത്തേക്ക് നടന്നു പോകാൻ പറ്റിയതല്ലോ, അതിർത്തിയാണ്. അതേസമയം പക്ഷികൾ, കാക്കകൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പറക്കും. അവർക്ക് വിസ വേണ്ട, പട്ടാളം നോട്ടമില്ല, ഒന്നുമില്ല. ഇന്ത്യയിലെ പശുവിന് അപ്പുറത്തുള്ള പാകിസ്ഥാനിലെ പുല്ല് തിന്നാം, വിസ ആവശ്യമില്ല. ഇത് നമ്മൾ പഠിക്കുന്നൊരു പാഠം. അതിർത്തികൾ, പരിമിതികൾ മനുഷ്യനെ നിർമ്മിക്കുന്നു, മനുഷ്യന് മാത്രമുള്ളതാണ്. പക്ഷെ പക്ഷിപ്പറവകൾക്ക് ഈ അതിർത്തികളില്ല, അതിർത്തി നിശ്ചയിച്ചിട്ടുമില്ല. അതിനൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. അജന്ത, എല്ലോറ, നമ്മുടെ തന്നെ രാജസ്ഥാനിലും വലിയ വലിയ